ബേക്ക് ആൻഡ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ടെൻഡർ കോക്കനട്ട് കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 പിഞ്ച് ഉപ്പും 1/2 സ്പൂൺ അളവിൽ വാനില എസൻസ് ചേർത്ത് ബീറ്റ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1/4 കപ്പ് അളവിൽ പൊടിച്ച പഞ്ചസാര ചേർത്ത് ബീറ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 4 സ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അടുത്ത ഇതിലേക്ക് 1 കപ്പ് മൈദാമാവ് 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും ഒന്ന് അരിച്ച ശേഷം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഷുഗർ സിറപ്പിന് കരിക്ക് വെള്ളവും മിൽക്ക് മേഡും കൂടി മിക്സ് ചെയ്തതാണ്. കരിക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കരിക്ക് മിൽക്ക് മേഡ് ചേർത്ത് നല്ലതുപോലെ അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത ശേഷം ക്രീം ഒന്ന് തേച്ച് കൊടുക്കുക. ഇതിലേക്ക് മിൽക്ക് മേഡൊന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് കരിക്കിൻ്റെ പൾപ്പ് നമ്മൾ കരിക്കും മിൽക്ക് മേഡും കൂടി അത് അരച്ചെടുത്തതാണ്, അത് ഇതിലേക്ക് തേച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത കരിക്കും ചോക്ലേറ്റും ഇട്ട് കൊടുക്കുക. ഇതേപോലെ തന്നെ 3 ലെയറും ചെയ്തെടുക്കുക. അപ്പോൾ കേക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോസ് ഉപകാരപ്പെടും. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാവുന്നതാണ്. 1 രൂപ ചിലവില്ലാതെ നിങ്ങൾക്ക് ബേക്കിംഗ് പഠിക്കാം. കേക്ക് മാത്രമല്ല ബേക്കറി ഐറ്റങ്ങളും എല്ലാം ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇനി ക്രം കോട്ട് ചെയ്ത ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്കിലേക്ക് നമ്മളിവിടെ ബ്ലൂ കളറാണ്, സ്കൈ ബ്ലൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് കളറൊന്ന് ചേർത്ത ശേഷം ഇതുപോലെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിനിഷ് ചെയ്യണ വീഡിയോസൊക്കെ ഞാൻ കുറേ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതലായിട്ട് നിങ്ങളെ വീഡിയോ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാത്തത്. അപ്പം നമ്മൾ ഐസിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ ക്രീം ബീറ്റ് ചെയ്യുന്നതും എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു കാർഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. കേക്ക് നല്ലതുപോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡിലുള്ള എല്ലാം ഒന്ന് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ അടുത്ത ഡെക്കറേഷനും ചെയ്യുന്നത്. പല വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ കാർഡ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ഒഴുത്തിയും താഴ്ത്തി ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡെക്കറേഷനാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. ഇനി നമുക്കിതുപോലത്തെ കുറച്ച് ഗോൾഡൻ കളർ ഒന്ന് ട്രിപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ ബോട്ടിലിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മൾ സാധാരണ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനാണ് കൊടുത്തിരുന്നത്. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ട് ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ.